എല്ലാവർക്കും നീലൻസ് വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് മാങ്കുളത്തേക്കാണ്. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഞങ്ങളിപ്പോൾ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിലെത്തി. പോകുന്ന വഴിക്കാണ്, മാങ്കുളത്തേക്ക് പോകുന്ന വഴിക്കാണ്. ഒട്ടും വെള്ളമില്ലാത്തൊരവസ്ഥയാണ്, കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ ഇനി മഴക്കാലമൊക്കെ വരുമ്പോഴേക്കും നല്ല വെള്ളമായിരിക്കും. ആദ്യം ഇവിടെ കടത്തി വിടുമായിരുന്നു, ഇപ്പോൾ കടത്തി വിടണില്ല. ഞങ്ങളിപ്പോൾ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്നില്ല, വേഗം പോവാണ്. ഞങ്ങളപ്പോൾ മാങ്കുളം പോണ വഴിക്കുള്ള അടിപൊളി ഒരു സ്ഥലം കണ്ടിട്ട് നിർത്തിയതാണ്. നല്ല സൂപ്പർ, ഒരു ചെറിയൊരു പാലമൊക്കെ ആയിട്ടാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനതിൻ്റെ കുറച്ച് വിഷ്വൽ കാണിച്ചു തരാം. അതായത് അടിമാലിക്ക് പോകുന്ന വഴി, നേരിമംഗലത്ത് നിന്ന് അടിമാലി പോകുന്ന വഴി ചീയപ്പാറ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് തന്നെയാണ് ഈ സ്ഥലം. നല്ലൊരു സ്ഥലമാണ്, കുളിക്കാനൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു. വെള്ളച്ചാട്ടം പോലെയാണ്, കാണിച്ചു തരാം. പോകുന്ന വഴിക്ക് നമ്മൾ ഒരു സൂപ്പർ സ്ഥലം കണ്ടു. കുളിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. വൃത്തികേടാക്കി ഇടരുത്, ഇവിടെ കുറേ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ പുറകിൽ തന്നെ സൂപ്പർ സ്ഥലം. ഞങ്ങളങ്ങനെ മാങ്കുളത്തെത്തി. മാങ്കുളത്ത് ഇപ്പോൾ ഞങ്ങൾ താമസിക്കാനായിട്ടൊരു വീട് റെൻറ്റിനെടുത്തിട്ടുണ്ട്. 4 മുറികളുണ്ട്. നിങ്ങൾ ടീമായിട്ടൊക്കെ വരുവാണെങ്കിൽ ഇത് വളരെ സൗകര്യമായിരിക്കും. ഞാൻ അകത്ത് കയറി കാണിച്ചു തരാം. ക്ലീനിങ് കഴിഞ്ഞിട്ട് അകത്ത് കയറി കാണിച്ചു തരാം. മാങ്കുളത്തുനിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറണം. നമുക്കിവിടെ ഒരു കാവൽക്കാരനുണ്ട് കേട്ടോ, നമ്മുടെ വീടിനൊരു കാവൽക്കാരനായിട്ട്. പുള്ളി ഇവിടെ കിടന്ന് തുടങ്ങിയിട്ട് ഞങ്ങൾ വന്നപ്പോൾ മുതൽ ഞങ്ങളെയൊക്കെ ഒന്ന് മണത്ത് നോക്കിയിട്ട് പോയി. അതുപോലെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ വ്യത്യസ്തമായിട്ടൊരു ചെടിയൊക്കെ ഉണ്ട്, ഒരു പൂവ്. ഗൂഗിളിൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പോൾ എന്തോ വലിയ പേരാ പറഞ്ഞത്, മറന്നു പോകാനായിട്ട് ഓർമ്മയിൽ നിൽക്കാത്തൊരു തരം പേരാ പറഞ്ഞത്. എനിക്കിവിടെ എന്തോ സയൻറ്റിഫിക് പേരായിരിക്കും. അതെ, ബ്രസീലിന് മാത്രം കാണുന്ന ഒരു തരം ചെടി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ മാങ്കുളത്തും ഉണ്ട്, ബ്രസീലിൽ മാത്രമല്ല. അതുപോലെ ഇവിടെ ഒരു ചെറിയുണ്ട്. ഈ ചെറിയുടെ പേര് ഓർമ്മയുണ്ടോ അമ്മു? എന്തോ ഒരു ചെറിയുടെ പേര് പറഞ്ഞത്. നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിനൊരു പുളിയുണ്ട്, മാങ്ങ കടിക്കണം കേട്ടോ. നമുക്ക്
നമ്മൾ മാങ്ങ ഇപ്പം കയ്പ്പ് അവിടെ ഇവിടെ ഒരു ചുവന്ന കളറ് ഇതുണ്ട് നോക്കട്ടെ. അപ്പോൾ ഇതാണ്. അത് നല്ല മധുരമുണ്ട്, പച്ച. നമ്മളൊരു മാങ്ങ കഴിക്കാൻ ടേസ്റ്റ് ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ കയ്പ്പ് വരും. നമ്മൾ ഇനിയിപ്പോൾ പോകുന്നത് ആനക്കുളത്ത് ആന വെള്ളം കുടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് പോയി നോക്കാം ഏതായാലും. നമ്മളപ്പോൾ റൂമിൽ ഒന്ന് ഫ്രഷായി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്, നല്ലതാണോ എന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഏകദേശം 6 കിലോമീറ്റർ നമുക്ക് ആനക്കുളത്തേക്ക് പോകാനുണ്ട്. ഏകദേശം സന്ധ്യയായി തുടങ്ങി. 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ആന ഇറങ്ങുന്നതാണ് ഞങ്ങളുടെ അടുത്ത് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞു തന്നത്. ചിലപ്പോൾ അത് വൈകും. അപ്പോൾ നമ്മൾ ആനക്കുളം അവിടെ എത്തി. ഇനി ആനകൾ വന്നത് കാത്തു നിൽക്കുകയാണ്. കുറേ പേരുണ്ട് ഇവിടെ, എന്നെ ചുറ്റും കാണാം. കുറേ പേർക്ക് ആനയെ കാണാൻ വേണ്ടി വന്നേക്കാണ്. ഞങ്ങൾ ഏകദേശം 9:30 വരെ ഇപ്പോൾ വെയിറ്റ് ചെയ്തു. ഇതുവരെ ആന വന്നിട്ടില്ല. ആന വെള്ളം കുടിക്കാൻ പറ്റുന്ന വീഡിയോ നമുക്ക് കിട്ടിയില്ല. അതിന് മറ്റൊരു വ്ളോഗിൽ കാണാം. ഇന്നിപ്പോൾ ഏതായാലും ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഇന്നലെ ഞങ്ങൾ ആനക്കുളത്തിൽ ആന വെള്ളം കുടിക്കണ കാണാൻ പോയിട്ട് ഒന്നും കണ്ടില്ല. കുറേ ഇരുട്ടായി എത്തിയപ്പോൾ ക്യാമറയുടെ ചാർജൊക്കെ തീർന്നു. അതാണ് പിന്നെ ഇന്നലെ ഒന്നും ചെയ്യാതെ നേരെ വന്ന് കിടന്നുറങ്ങണത് ഇതേ. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് കാലത്ത് എഴുന്നേറ്റ് ഇനി ഉള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് നേരെ മൂന്നാർക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് ഗൈസ്. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ മൂന്നാർത്തെ തണുവുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മുടെ എറണാകുളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്. പക്ഷേ ഇവിടെയൊക്കെ ഞാൻ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് നിൽക്കുകയാണ്. വ്ളോഗ് ചെയ്യാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് നിൽക്കുകയാണ്. ഇന്നലെ രാത്രി മൊത്തം ഇവരോടെ കാവലോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ച പൊറോട്ടയും ബീഫും പകുതി ഇവനും കൊടുത്തു, പകുതിയിൽ കൂടുതൽ കൊടുത്തു. കാരണം ഇവിടുത്തെ പൊറോട്ട നല്ല 1.5 പൊറോട്ടയായിരുന്നു. നമ്മളങ്ങനെ പെരുമ്പകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി. നമുക്കപ്പോൾ അവിടെ ചെന്ന് നോക്കിയിട്ട് വരാം. ഇത് പെരുമ്പൽകുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. അവിടെ 2 ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ കുളിക്കാൻ സെറ്റായി വരികയാണെങ്കിൽ നമുക്ക് അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. ഈ വൈഡ് ലെൻസിൽ എന്തോരം കാണാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് നല്ല ഒരു സിനിമയിൽ കാണുന്നൊരു ഫ്രെയിം പോലത്തെ അത്ര ബ്യൂട്ടിഫുൾ ഒരു ഫ്രെയിമാണ് ഇപ്പം എൻ്റെ മുമ്പിലുള്ളത്. ഈ ക്യാമറയിൽ അത്ര കിട്ടുന്നില്ല. അപ്പം ഞങ്ങൾക്ക് നൈസായിട്ടൊന്ന് വഴി തെറ്റി. ഈ പാലം ഇങ്ങോട്ട് ക്രോസ് ചെയ്യണ്ട, അവിടെ നിന്ന് തന്നെ ചെറുതായിട്ട് അങ്ങോട്ടൊരു വഴിയുണ്ട്. ഈ പാലം നമ്മളിപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കണം.
അങ്ങോട്ട് നടന്നതിൻ്റെ ഇറക്കിലായിട്ടാണ് വാട്ടർഫോൾ. ഇത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മൾ ആ പാലം ഇറങ്ങി വന്ന് ഇതിലേക്ക് വരുമ്പോൾ കോൺക്രീറ്റ് കഴിഞ്ഞ് ചെറിയൊരു ഇറക്കമുണ്ട്. ഇതുപോലെ ഒരു ചെറിയ കട്ടിങ്. നേരെ അങ്ങോട്ടൊരു ചെറിയ വഴിയുണ്ട്, അതിലേ പോയത്. ഈ ഇറക്കം ഇറങ്ങിയിട്ട് നടക്കണം. ഇങ്ങനൊരു ചെറിയ മണ്ണിട്ട വഴിയാണ്. അപ്പോഴാണ് ആ താഴത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ പെരുമ്പൽകുത്ത് വെള്ളച്ചാട്ടം. അത് അടിപൊളി സ്ഥലമാണ്, കിട്ടുന്ന സ്ഥലം. ഒരിക്കലും മിസ് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ, മാങ്കുളത്ത് വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണ് ഇത്. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴേ ഇത്തിരി മണ്ണൊക്കെ ഉറച്ചു കിടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ക്യാമറ എടുത്തില്ല, ഞങ്ങൾക്ക് ഫോണിലാണ് ഷൂട്ട് ചെയ്യണേ. ക്യാമറ ഞാൻ അവിടെ കൊടുത്തിട്ട് ഇറങ്ങിയത്, എല്ലാവരും ഇറങ്ങിയില്ല, വൈഫൊന്നും ഇറങ്ങിയില്ല. അപ്പോൾ കൊച്ചിനോടൊന്നും ഇറങ്ങാൻ പറ്റില്ല, ഉറച്ചു കിടക്കുന്നതുകൊണ്ട് തെന്നിക്കിടക്കാണ്. അപ്പോൾ പെരുമ്പൽകുത്തിലെ വെള്ളച്ചാട്ടം ഇതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി മൂന്നാർക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ മൂന്നാർ ഞങ്ങൾ എത്തിയതിന് ശേഷം അവിടെ പുതിയൊരു വ്ളോഗായിട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഇനി നമുക്ക് മൂന്നാർ വീഡിയോ ആയി കാണുന്നവരെ ബൈ.